കോഴിക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഗവർണർ. ഹൈക്കോടതി മുൻ ജഡ്ജ് എ ഹരിപ്രസാദിനാണ് ചുമതല. മുൻ വയനാട് ഡിവൈഎസ്പി വിജയ് കുഞ്ഞൻ അന്വേഷണത്തിൽ സഹായിക്കും. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രശാന്ത്, ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സിബിഐ അന്വേഷണ വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഗവർണർ ഈ വിഷയത്തിൽ വീണ്ടും ഇടപെട്ടിരിക്കുന്നു. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി എന്തൊക്കെ കാര്യങ്ങളാവും ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരിക? ഗവർണറുടെ ഭാഗത്ത് നിന്ന് സുപ്രധാനമായ ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർവകലാശാല അധികൃതർക്ക് സംഭവിച്ച വീഴ്ചകളെ കുറിച്ച് പ്രത്യേക അന്വേഷണത്തിനാണ് ഗവർണർ ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് വിരമിച്ച ജഡ്ജി നേതൃത്വം നൽകുന്ന പ്രത്യേക കമ്മീഷൻ അന്വേഷണമാണ് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തരവിലൂടെ നടപ്പാക്കിയിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് എ ഹരിപ്രസാദാണ് അന്വേഷിക്കുക എന്ന പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ നടപടി. ക്യാമ്പസിലെ റാഗിംഗ്, മറ്റ് അക്രമ സംഭവങ്ങൾ എന്നിവ തടയുന്നതിൽ വൈസ് ചാൻസലർ, ഓഫീസർമാർ, മറ്റധികൃതർ എന്നിവർ പരാജയപ്പെട്ടുവെന്ന് ചാൻസലർ കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു അന്വേഷണത്തിന് ഇപ്പോൾ മുൻകൈയെടുത്ത് നടപ്പാക്കുന്നതെന്ന് രാജ്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും റിട്ടയർഡ് ജഡ്ജിയെ സിറ്റിംഗ് ജഡ്ജിയെ വിട്ടുവിടണമെന്നാണ് ഗവർണർ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ വിരമിച്ച ജഡ്ജിമാരുടെ ഒരു പട്ടികയാണ് ഹൈക്കോടതി രാജ്ഭവന് കൈമാറിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഹരിപ്രസാദിനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള ഒരു എൻക്വയറി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി പ്രശാന്ത്.